ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പഠിച്ച ഒരു ഡിജിറ്റ് തന്നു കഴിഞ്ഞാൽ, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഡിജിറ്റ്സിൻ്റെയും സം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ്, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്പർ, എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്, ദാറ്റ് ക്യാൻ ബി 123. ഇതിനെ 1 2 3 എന്ന് വായിക്കരുത്, ഇതൊരു നമ്പറാണ്. അതിൽ ഓരോ ഡിജിറ്റിനും ഓരോ പൊസിഷണൽ വാല്യൂസ് ഉണ്ട്. സോ വൺസിൻ്റെ പൊസിഷനിലാണ് 3 നിൽക്കുന്നത്, ടെൻസിൻ്റെ പൊസിഷനിലാണ് 2 നിൽക്കുന്നത്, അതേപോലെ തന്നെ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിലാണ് എന്ത് നിൽക്കുന്നത്, 1 നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിനെ റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എന്തായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, റിവേഴ്സ്ഡ് വാല്യൂ ആയിട്ടുള്ള 323. ഇതിനെ 321 എന്ന് വായിക്കരുത്, ദിസ് ഈസ് 323. സോ ഇവിടെ വൺസിൻ്റെ പൊസിഷനിലുള്ള 3യുടെ വാല്യൂ എന്തായി മാറി, ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിലേക്ക് മാറി. ടെൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനുള്ള വാല്യൂ ഇവിടെ റിവേഴ്സ് REV എന്നുള്ള വേരിയബിളിലേക്ക് വന്നപ്പോൾ, നമ്മുടെ റിവേഴ്സ് നമ്പറിലേക്ക് വന്നപ്പോഴേക്കും അത് എന്തായി മാറി, 1 എന്നുള്ള പൊസിഷനിലായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ തവണ ഓരോ നമ്പർ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ നമ്മുടെ പൊസിഷൻ ബേസിസിൽ വേണം നമ്മുടെ റിവേഴ്സ്ഡ് നമ്പറിലേക്ക് ആഡ് ചെയ്യാൻ. ഓക്കെ, സോ വേരിയബിൾസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നുള്ള വേരിയബിളിലാണ് നമ്മുടെ ഇനീഷ്യൽ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. REV അല്ലെങ്കിൽ റിവേഴ്സ്ഡ് നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ വിളിച്ചൊരു വേരിയബിളിൻ്റെ പേരാണ് റിവേഴ്സ് എന്ന്. നിങ്ങൾക്കതിനെ ഇഷ്ടമുള്ളൊരു പേര് വിളിക്കാം കേട്ടോ. ഞാനത് റിവേഴ്സ്ഡ് നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ REV എന്നുള്ളൊരു വേരിയബിളിൻ്റെ പേരിട്ട് അതിലേക്ക് ഞാൻ ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്തത്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു നമ്പറുണ്ട് 123. ഏത് നമ്പർ തന്നാലും അതിൽ നിന്ന് നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമായിട്ടുള്ള പരിപാടി എന്താണ്, അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ വാല്യൂ എന്താണ്, 3. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ റിവേഴ്സ്ഡ് നമ്പറിനകത്തുള്ള ആദ്യത്തെ ബിറ്റ്, ആദ്യത്തെ ഡിജിറ്റ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 123 നമ്മൾ എന്താക്കി മാറ്റും, 12 ആക്കി മാറ്റും. 12 ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുനിന്നുള്ള ഒരു റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, ആ ഡിജിറ്റ് ഏതാണ്, 2 ആണ് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഡിജിറ്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയൊരു നമ്മുടെ റിവേഴ്സ്ഡ് നമ്പർ ഉണ്ടാക്കും. ഓക്കെ, അപ്പം 3 വരുമ്പോഴേക്കും റിവേഴ്സ് നമ്പറിനകത്ത് 3 ഉണ്ട്. നെക്സ്റ്റ് 2 വരുന്ന സമയത്ത് റിവേഴ്സ് നമ്പർ എന്തായി മാറണം, 32 ആയി മാറണം. ഇത് വെറും 32 അല്ല, 32 ആണ്. ഏത് നമ്പറാണിത്, 32. അപ്പോൾ 3യെ 30 ആക്കിയിട്ട് 2 ആഡ് ചെയ്തു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3യെ 30 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 3യെ നമ്മൾ എന്ത് ചെയ്യണം, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്തായി മാറും, 30 ആയി മാറും. പിന്നെ നമ്മൾ ഈ ഊരിക്കൊണ്ട് വന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, 2 ആയിട്ടുള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏത് വാല്യൂ കിട്ടുന്നത്, 32 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ 2നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പുതിയ റിവേഴ്സ് നമ്പറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി എന്ത് വേണ്ട, 2 ഇനി നമുക്ക് വേണ്ട. നമ്മുടെ നമ്പറിനെ നമുക്ക് വീണ്ടും ഒന്ന് ഡ്രിം ചെയ്യാം. അപ്പോൾ നമ്പർ എന്തായി മാറും, 1 മാത്രമായി മാറും. ആ 1-നകത്തുനിന്ന് ഈ സെയിം 1 എന്നുള്ള ഡിജിറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരും. ആ ഡിജിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ റിവേഴ്സ് നമ്പർ എന്തായിരുന്നു, 32 ആയിരുന്നു. അതിന് എന്തായി മാറണം, 3 ഡിജിറ്റുള്ള നമ്പറാവും. അപ്പോൾ അത് ഏത് പൊസിഷനിലേക്ക് മാറും, 321 ആവും. ഓക്കെ, അപ്പോൾ 321 എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം 1 നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള നമ്പറിൻ്റെ കൂട്ടത്തിൽ 1 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റിവേഴ്സ് നമ്പറിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്, 32 ആണ്. അതിനെ എന്താക്കി മാറ്റണം, 320 ആക്കണം അല്ലേ. അപ്പോൾ 32നെ ഹൺഡ്രഡ്സിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായി മാറും, 320 ആയി മാറും. ആ 320 + 1 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, 321. ഇതായിരുന്നു നമ്മളുടെ ഏതെന്ന് പറയുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട നമ്മുടെ റിവേഴ്സ്ഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 1നെ വീണ്ടും ഡ്രിം ചെയ്യുമ്പോഴേക്കും അതെന്തായി മാറും, 0 ആയി മാറും. സോ നമ്മുടെ ഈ പ്രോസസ്സ് നമുക്ക് എൻഡപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മോഡൽ ചെയ്യുവാണെങ്കിൽ, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റുവാണെങ്കിൽ, ഒരു നമ്പറിനകത്തുനിന്ന് അതിന് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്, മോഡ് റിട്ടേൺ ചെയ്യും. എന്ത് ചെയ്യും, മോഡ് റിട്ടേൺ ചെയ്യും. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ 6 എന്ന് പറഞ്ഞിട്ടുള്ള 3യും 6 എന്ന് പറഞ്ഞിട്ടുള്ള 2ഉം 6 എന്ന് പറഞ്ഞിട്ടുള്ള 1ഉം ഒക്കെ അല്ലേ. നമ്പറിനകത്തുനിന്ന് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് മോഡ് റിട്ടേൺ വഴിയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഡിജിറ്റിനെ നമ്മുടെ റിവേഴ്സ്ഡ് നമ്പറിലേക്ക് എങ്ങനെയാണ് ആഡപ്പ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ നമ്മുടെ റിവേഴ്സ് നമ്പർ എന്തായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ നമ്മൾ 3 നമ്മൾ ആഡ് ചെയ്യും. എപ്പോഴും 6നെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ത് തന്നെയായിരിക്കണം, 3 ആയിരിക്കണം. അപ്പം ആഡ് ചെയ്യുമ്പോഴും 3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തുമായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ റിവേഴ്സ്ഡ് വാല്യൂവിനകത്ത് നമുക്ക് 0 വരണമെന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻറ്റു 10 ചെയ്യുമ്പോഴേക്കും 0 വരണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ്ഡിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തുമായിരിക്കണം, 0 ആയിരിക്കണം. വേണ്ടേ. അപ്പോൾ 0 × 10 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ കിട്ടും, 0.
+3 നമുക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? റിവേഴ്സ് നമ്പർ 3 തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അത് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ തന്നെ 123യെ നമുക്ക് എന്തൊക്കെ വരണം? 3 നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ റിവേഴ്സ് നമ്പറിനകത്ത് ഇപ്പോൾ 3 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 3 വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്പറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബൈ 10 വെച്ചിട്ട് അല്ലേ? അപ്പോൾ 123 നമ്മൾ ബൈ 10 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ആ 12-നകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? 2നെ നമ്മൾ എടുത്തുകൊണ്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? മോഡ് 10 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഊരിങ് വരും. ആ 2നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റിവേഴ്സ് നമ്പറിലേക്ക് ആഡ് ചെയ്യണം. ആ 2 ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മുടെ റിവേഴ്സ് നമ്പർ എങ്ങനെ മാറണം? 32 ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റിവേഴ്സ് നമ്പറിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? 3 ആണ്. 3യെ 30 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? റിവേഴ്സ്ഡ് നമ്പർ ഇൻറ്റു 10 +2 +2 എന്ന് പറഞ്ഞാൽ ആരാണ്? 6 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റിവേഴ്സ് നമ്പറിനെ കമ്പ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് 2 വേണ്ട. അപ്പോൾ 2നെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 12നെ നമ്മൾ എന്ത് ചെയ്യും? ബൈ 10 ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ആ 1-നകത്തുനിന്ന് 1നെ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? മോഡ് 10. അപ്പോൾ നമ്മുടെ 6ലേക്ക് മോഡ് 10 ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന വാല്യൂ എന്താണ്? 1 ആണ്. ആ 1നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം അല്ലേ? ഈ ആഡ് ചെയ്തേക്കുന്ന 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വന്നതാണ്? ഈ 6 ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 332 ആയിരുന്നു. അതിൽ നമ്മൾ 320 ആക്കി 6 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നമ്പറിൻ്റെ റിവേഴ്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ എടുത്തു കഴിഞ്ഞാൽ നം എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പറിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കും. അതിനെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 6-ൽ സ്റ്റോർ ചെയ്യും. എന്ത് വെച്ചാണ് റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്? 10 വെച്ചിട്ടുള്ള ഡിവിഷനുള്ള റിമൈൻഡർ. സോ 6 കിട്ടി. 6 കിട്ടിക്കഴിഞ്ഞാൽ ഈ 6നെ ആയിരിക്കും നമ്മുടെ പുതിയ നമ്പറിലേക്ക് ആഡ് ചെയ്യുക. ഈ 6 നമ്മുടെ നമ്പറിലേക്ക് ആഡ് ചെയ്യുന്നത്. ചുമ്മാ അതങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂ നമ്പർ എന്നുള്ള ഇതാണ് നമ്മുടെ റിവേഴ്സ് നമ്പർ അല്ലേ? ന്യൂ നമ്പർ അല്ല, റിവേഴ്സ് നമ്പർ. അപ്പോൾ റിവേഴ്സ് നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഞാൻ ആ പേര് എപ്പോഴും പറയുന്നതിനകത്തുള്ള വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരല്ലേ? സോ ഇതാണ് നമ്മുടെ റിവേഴ്സ് നമ്പർ. നമ്മൾ റിവേഴ്സ് ചെയ്ത് കിട്ടുന്ന നമ്പറെ നമ്മൾ സേവ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ് റിവേഴ്സ്ഡ് ഇൻറ്റു 10 +6. ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന റിവേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്പറിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. സോ നം ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? നം ബൈ 10. ഇത് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്പർ ഇങ്ങനെ ഡിക്രിമെൻറ്റ്സ് സ്ലൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഓരോ ഡിജിറ്റ് വീതം സ്ലൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇതിനെ നമ്മുടെ ലൂപ്പിനകത്ത് എഴുതും. എപ്പോൾ വരെയാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മുടെ നമ്പറിനകത്ത് വാല്യൂ ഉള്ളപ്പോൾ. സോ നം > 0 ആണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം. സോ നമ്മൾ നമ്പറിനെ റിവേഴ്സ് ചെയ്തു. സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിളാണ് RAVയെ നമ്മൾ എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്തു കാണിച്ചു കൊടുത്തു. അപ്പോൾ 123 നമ്മൾ നമ്പറിലേക്ക് നോക്ക്. റിവേഴ്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയി കൊടുത്തേക്കുന്ന കാര്യം ഫസ്റ്റിലത്തെ നമ്പർ 3 ആവേണ്ടതുകൊണ്ട്. ഓക്കെ, നമ്പറിനെ നമ്മൾ ഇൻപുട്ട് ചെയ്തു, നമ്മിൽ സ്റ്റോർ ചെയ്തു. നമ്മിൻ്റെ വാല്യൂ > 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കും. ആ 6നെയാണ് നമ്മൾ റിവേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിവേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. നം ഇസ് ഈക്വൽ ടു നം ബൈ 10 ആയിട്ട് നമ്മൾ കൊടുക്കും. ഫൈനലി നമ്മൾ റിവേഴ്സ് നമ്പറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. സോ ഇത്രയാണ് ഏതൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്? ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ.